Hello dear student, next we are going to study an important topic, cut set. Cut set means it is a set which consisting of a set of edges and that set of edges makes the graph disconnected. കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സെറ്റ് ഓഫ് എഡ്ജസ് കാണും. ആ സെറ്റ് ഓഫ് എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഒരു ഗ്രാഫിനെ ഡിസ്കണക്റ്റഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, so in a connected graph, a cut set is a set of edges whose removal from G leaves G disconnected and provided removal of no proper subset of these edges disconnect G. Okay, that means നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 2 3 4 എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാം. ദെൻ 1 2 3 എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാമെങ്കിൽ അതിൽ ഈ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കട്ട് സെറ്റായിട്ട്. ഓക്കെ, സോ കട്ട് സെറ്റ് മീൻസ് ഇറ്റ്സ് ദ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് യൂസ്ഡ് ടു ഡിസ്കണക്ട് എ ഗ്രാഫ്. ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 4 എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ആ ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ആ 4 എഡ്ജസിൽ തന്നെ 3 എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ 3 എന്ന് പറയുന്ന മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ കട്ട് സെറ്റ് മീൻസ് ഇറ്റ്സ് എ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് യൂസ്ഡ് ടു ഡിസ്കണക്ട് എ പർട്ടിക്കുലർ ഗ്രാഫ്. ഇതാണ് ഇവിടെ നമുക്ക് സെക്കൻഡ് ഒരു പോയിന്റ് പറയുന്നത്. ഹിയർ റിമൂവൽ ഓഫ് നോ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ദീസ് എഡ്ജസ് ഡിസ്കണക്ട് ദ ഗ്രാഫ്. ഓക്കെ, അതായത് നമ്മളൊരു കട്ട് സെറ്റ് എടുക്കുമ്പോൾ ആ കട്ട് സെറ്റിൻ്റെ സബ്സെറ്റ് യൂസ് ചെയ്ത് ഒരിക്കലും ആ ഗ്രാഫ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റരുത്. ഒരു ഗ്രാഫിൽ കട്ട് സെറ്റ് എടുക്കുമ്പോൾ ആ കട്ട് സെറ്റിലെ സബ്സെറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റരുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന കട്ട് സെറ്റ് ആയിരിക്കണം മിനിമം. അതിൽ നിന്ന് ഒരു നമ്പർ ഓഫ് എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റരുത്. ദാറ്റ് മീൻസ് നേരത്തെ പറഞ്ഞതുപോലെ 1 2 3 എന്ന് പറഞ്ഞൊരു കട്ട് സെറ്റാണ്. ആ 3 എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൽ 1 2 എന്ന് പറഞ്ഞൊരു സെറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ആളെ നമ്മൾ കട്ട് സെറ്റായിട്ട് എടുക്കരുത്, മിനിമം ആളെ എടുക്കാവൂ. മിനിമം ആളെ എടുക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിനിമം ആളെയാണ് എടുത്തതെങ്കിൽ ഇതിൻ്റെ മിനിമം വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും മിനിമം ആളുകളായിരിക്കണം നമ്മൾ കട്ട് സെറ്റായിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ കട്ട് സെറ്റ് ഈസ് ഓൾസോ റിഫേർഡ് ടു ആസ് മിനിമൽ കട്ട് സെറ്റ്. Okay, so cut set means it's the minimum number of edges which can used to disconnect a particular graph. അപ്പം നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ഇതിൽ ACDF ആ എഡ്ജസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ACDF ഇപ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും. അതായത് ഈ എഡ്ജും മൂവ് ചെയ്തപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനായി. അപ്പോൾ ഇവിടുത്തെ ACDF എന്ന് പറയുന്നത് ഒരു കട്ട് സെറ്റാണ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഈ K എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എങ്ങനെയാവും? ഇങ്ങനാവും. എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ എഡ്ജ് മാത്രം റിമൂവ് ആവും, വെർട്ടെക്സ് റിമൂവ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ K എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അവിടെ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. സോ ഹിയർ K ഈസ് ഓൾസോ എ കട്ട് സെറ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ 3 എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെ ആവും? ഇങ്ങനെയാവും. അപ്പോഴും ഡിസ്കണക്റ്റ് ആവും. സോ ഹിയർ AHG എന്ന് പറയുന്നതും ഒരു കട്ട് സെറ്റാണ്. ഓക്കെ, കട്ട് സെറ്റിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമുക്ക് കട്ട് സെറ്റ് മീൻസ് ആ കട്ട് സെറ്റിൽ കുറേ എഡ്ജസ് കാണും. ആ എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രം ദ ഫിഗർ ACDF, then ABG means these 3, then THF means this K are set of cut set, but ACHD അതിനെ നമുക്കൊരു
കട്ട് സെറ്റായിട്ട് എഴുതാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? ACHDനെ ഒരു കട്ട് സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ACH അത് ഒരു കട്ട് സെറ്റാണ്. ACH റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ. അപ്പോൾ ACH എന്ന് പറയുന്നത് ഒരു കട്ട് സെറ്റ് ആണെങ്കിൽ ACHD ഒരിക്കലും നമുക്ക് കട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് സെറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് യൂസ് ചെയ്ത് കട്ട് സെറ്റ് ഉണ്ടാക്കാവൂ. അപ്പം ഈ ACHD എന്ന് പറയുന്നത് നമുക്ക് വെച്ച് ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ACH തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാകുമ്പോൾ പിന്നെ ഒരു എക്സ്ട്രാ ഒരാളെ കൊണ്ട് എഡ്ജിനെ കൊണ്ട് എടുക്കേണ്ടത്. ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് വെച്ചായിരിക്കണം നമ്മൾ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ACHDനെ നമ്മൾ എടുക്കത്തില്ല, കാരണം അതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് ഒരു കട്ട് സെറ്റ് ആയതുകൊണ്ട് അയാൾ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, കണ്ടോ? ACHD is not a cut set because one of its proper subset ACH is a cut set. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് പറഞ്ഞത്. ഒരു കട്ട് സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് എഡ്ജസ് ഹൂസ് റിമൂവൽ മേക്സ് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആൻഡ് നോ പ്രോപ്പർ സെറ്റ് ഓഫ് ദീസ് എഡ്ജസ് ഡിസ്കണക്റ്റ് ഗ്രാഫ്. ഒരു കട്ട് സെറ്റിനെ നമ്മൾ കട്ട് സെറ്റ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് കട്ട് സെറ്റ് ആവരുത്. അപ്പോൾ ഇവിടെ ACHDനെ നമ്മൾ കട്ട് സെറ്റ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് കട്ട് സെറ്റ് ആവരുത്. ബട്ട് ഇവിടെ ACHDയുടെ സബ്സെറ്റായിട്ടുള്ള ACH ഒരു കട്ട് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ACHDനെ കട്ട് സെറ്റായി എടുക്കാൻ പറ്റില്ല. ദെൻ a cut set always cuts a graph into two, so cut set can be also defined as a minimal set of edges in a connected graph whose removal reduces the rank of a graph by 1. ഇവിടെ കട്ട് സെറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിൻ്റെ റാങ്കും 1 റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിൻ്റെ റാങ്ക് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ ഫസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഗ്രാഫിൻ്റെ വേർട്ടിസസ് അതേപോലെ വരയ്ക്കണം. ഹിയർ ദീസ് ആർ ദ വേർട്ടിസസ്. ദെൻ ആ വേർട്ടിസസിനെ കണക്ട് ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് എഡ്ജസ്. എത്ര എഡ്ജസ്? ഇപ്പോൾ ഇത്ര എഡ്ജസ് മതി ഗ്രാഫ് ഫുള്ള് കണക്റ്റഡ് ആയി. സോ നമ്പർ ഓഫ് എഡ്ജസ് ഈസ് 1 2 3 4 5. സോ ഹിയർ റാങ്ക് ഈക്വൽ ടു 5. ഇനി ആ ഗ്രാഫിനെ ഡിസ്കണക്റ്റഡ് ആകുമ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. അതിൻ്റെ സ്പാനിങ് ട്രീ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പാനിങ് ട്രീ വരയ്ക്കുമ്പോൾ ക്ലോസ്ഡ് ആവാതെ വേണം വരയ്ക്കാൻ. സോ ഇവിടെ 3 എഡ്ജസ് ഉണ്ട്. ആ 3 വേർട്ടസിനെ കണക്ട് ചെയ്യാൻ നമുക്ക് 2 എഡ്ജസ് മതി. 1 2 3 ആൻഡ് 4. സോ ഇവിടുത്തെ റാങ്ക് 4 ആയി. ദാറ്റ് മീൻസ് കട്ട് സെറ്റ് യൂസ് ചെയ്ത് ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ റാങ്ക് എന്ന് പറയുന്നത് 5 4 ആയി 1 റെഡ്യൂസ് ചെയ്തു. Then an application of a cut set. Application of a cut set means here cut set of great importance in studying properties of a communication and transportation network. That means here in the example consisting of 6 vertices V1 to V6 വരെ 6 vertices ഉണ്ട്. ആ 6 verticesഉം ഓരോ സിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ അതിനിടയ്ക്കുള്ള എഡ്ജസിനെ നമ്മൾ ടെലിഫോൺ വയേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Then we need to find out if there are any weak spot in the network that needed strengthening by means of an additional telephone lines. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വീക്ക് സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കണം. വീക്ക് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വീക്ക് സ്പോട്ടിനെ നമ്മൾ അഡീഷണൽ വയേഴ്സ് കൊണ്ട് കുറച്ചും കൂടെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വീക്ക് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് വീക്ക് സ്പോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു നമ്പർ ഓഫ് ടെലിഫോൺ ലയേഴ്സ് കുറവായിരിക്കും. അപ്പോൾ ആ ടെലിഫോൺ ലെയർ ഡിസ്കണക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ സിറ്റി അങ്ങ് ഐസൊലേറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മിനിമം നമുക്ക് കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ കട്ട് സെറ്റിലുള്ള നമ്പർ ഓഫ് എഡ്ജസ് നമ്മൾ യൂസ് ചെയ്ത് കട്ട് സെറ്റിലുള്ള നമ്പർ ഓഫ് എഡ്ജസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് അങ്ങ് ഡിസ്കണക്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് സെറ്റിലെ എഡ്ജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെലിഫോൺ വയറാണ്. അപ്പോൾ ആ ടെലിഫോൺ വയർ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ആ സിറ്റി അങ്ങ് ഐസൊലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ സിറ്റി ആയിരിക്കും ഏറ്റവും വീക്കായിട്ടുള്ള സ്പോട്ട്. നമ്മളിവിടെ vertices means cities, then edges means telephone wires. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു വീക്ക് സ്പോട്ടാണ്. വീക്ക് സ്പോട്ട് മീൻസ് നമ്പർ ഓഫ് കണക്ഷൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കട്ട് സെറ്റ് കിട്ടും. കട്ട് സെറ്റ് കിട്ടുമ്പോൾ ഇവിടെ V3 to V4 ഒരു എഡ്ജുണ്ട്. ആ എഡ്ജ് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും. ദാറ്റ് മീൻസ് ദിസ് എഡ്ജ്.
അതായത് V3നെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിറ്റി അങ്ങ് എന്തായിപ്പോവും, ഐസൊലേറ്റ് ആയിപ്പോവും. സോ അവിടെ V3 ആണ് ഏറ്റവും മോസ്റ്റ് വൾണറബിൾ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് മൂന്നും ഒരു കട്ട് സെറ്റാണ്, ഇത് മൂന്നും കട്ട് സെറ്റാണ്. ആ മൂന്ന് എഡ്ജസും കട്ട് സെറ്റ് മീൻസ് ആ മൂന്ന് എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആവും, V4 V3. ബട്ട് ആ മൂന്ന് എഡ്ജസ് റിമൂവ് ചെയ്തപ്പോഴും നമ്മുടെ V4ന് V3 ആയിട്ടൊരു കണക്ഷനുണ്ട്. അല്ലെങ്കിൽ ഈ മൂന്ന് എഡ്ജസിൻ്റെ കേസിൽ നമ്മൾ ഒരു എഡ്ജ് മാറ്റിക്കഴിഞ്ഞാലും ബാക്കി രണ്ട് എഡ്ജസ് മൂലം നമുക്ക് കണക്ഷൻ വലിയ പ്രോബ്ലം വരത്തില്ല. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് V4 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ സ്ട്രെങ്ത് ഉണ്ട്, വലിയ പ്രോബ്ലം ഇല്ല V4. ബട്ട് V3യുടെ കേസ് എടുക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു എഡ്ജ് മാത്രം റിമൂവ് ആയി കഴിഞ്ഞാൽ ആ V3 കംപ്ലീറ്റ്ലി ആയിട്ട് ഐസൊലേറ്റ് ആയിപ്പോകും. സോ അവിടെയാണ് നമ്മൾ ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളത്. സോ ആ ഒരു വീക്ക് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ട് സെറ്റ് എന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഇതേപോലെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഗ്രാഫിൽ വേർട്ടീസസ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിറ്റീസും അതുപോലെ എഡ്ജസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ടെലിഫോൺ വയർസും ആണെങ്കിൽ അവിടെയുള്ള കട്ട് സെറ്റിനെ എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കട്ട് സെറ്റിനെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഉള്ള ആരാണോ അയാളായിരിക്കും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജാണ്, ഈ കട്ട് സെറ്റ് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ലിങ്ക് ആയിട്ടുള്ള V3 ആണ് ഏറ്റവും മോസ്റ്റ് വൾണറബിൾ പാർട്ട് എന്ന് പറയുന്നത്. സോ അവിടെയാണ് നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. സോ അതിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടായിരിക്കും. Okay, so here we look at all cut sets of a graph, and the one with the smallest number of edges is the most vulnerable part, and in the given graph the cities represented by V3 is the most vulnerable part, and it may be isolated by distracting only one edge, that is one edge in the cut set. അപ്പോൾ ഇവിടെ V3 ആണ് ഏറ്റവും മോസ്റ്റ് വൾണറബിൾ പാർട്ട്. ആ V3 ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് കട്ട് സെറ്റ് എഴുതിയപ്പോൾ ഏറ്റവും നമ്പർ ഓഫ് എഡ്ജസ് കുറവുള്ള കട്ട് സെറ്റ് എന്ന് പറയുന്നത് V3 ആയിട്ട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജായിരുന്നു. Okay, so this is one of the application of a cut set. Then next is a problem. Obtain the cut set from the following graph. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ കട്ട് സെറ്റ് കണ്ടുപിടിക്കണം. സോ ഈ ഗ്രാഫ് അത്ര ക്ലിയർ അല്ല, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഫസ്റ്റ് ഗ്രാഫ് ഈസ് V1 V2 V3 V4 V5. ഇതാണ് ഫസ്റ്റ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ ഉള്ള കട്ട് സെറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കട്ട് സെറ്റ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വേർട്ടെക്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാ എഡ്ജസും കട്ട് സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ വേർട്ടെക്സിനെ ബേസ് ചെയ്ത് നമുക്ക് കട്ട് സെറ്റ് എഴുതാം. ഫോർ എക്സാമ്പിൾ V1 എടുക്കുവാണെങ്കിൽ V1-ഉമായിട്ട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് എന്ന് പറയുന്നത് കട്ട് സെറ്റ് ആയിരിക്കും. എന്തുകൊണ്ട്? ഒരു വേർട്ടെക്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർട്ടെക്സ് അങ്ങ് ഐസൊലേറ്റ് ആവുകയും ചെയ്യും, ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുകയും ചെയ്യും. വൺസ് മോർ, ഒരു വേർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ ആ വേർട്ടെക്സ് അങ്ങ് ഐസൊലേറ്റഡ് ആയിട്ട് ആ ഗ്രാഫ് അങ്ങ് ഡിസ്കണക്റ്റഡ് ആവും. അപ്പോൾ ഒരു വേർട്ടെക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എഡ്ജസ് എല്ലാം എന്തായിരിക്കും, ഗ്രാഫിനെ ഡിസ്കണക്റ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം കട്ട് സെറ്റ് ആയിരിക്കും. സോ V1-ഉമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളെല്ലാം കട്ട് സെറ്റാണ്. ദാറ്റ് മീൻസ് E1 E2 E3 E4 E5, ഇത് E6, ഇത് E7. സോ V1-ഉമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾ E1 E5 ആൻഡ് E4. നെക്സ്റ്റ് V2-ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 പേരും കട്ട് സെറ്റാണ്. കാരണം ആ 3 എഡ്ജസും E3 E6 ആൻഡ് E4, ആ 3 എഡ്ജസ് മാറ്റുമ്പോൾ V3 അങ്ങ് മാറി ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. കട്ട് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകണം. അപ്പോൾ ഈ ഒരു ഗ്രാഫിനകത്ത് ഇപ്പോൾ ഇതാണൊരു ഗ്രാഫെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 3 എഡ്ജസും റിമൂവ് ആകുമ്പോൾ ഗ്രാഫ് എങ്ങനെ ആവും? ഇങ്ങനെ ആവും അല്ലേ? ഗ്രാഫിൽ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ വേർട്ടെക്സിൽ ചേഞ്ച് ഒന്നും വരത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും, എഡ്ജസ് മാത്രമേ റിമൂവ് ആകത്തുള്ളൂ. അപ്പോൾ ഈ 3 എഡ്ജസ് റിമൂവ് ആയപ്പോൾ ഇയാൾ അങ്ങ് ഡിസ്കണക്റ്റ് ആയി പോകത്തില്ലേ? ഈ വേർട്ടെക്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ 3 പേരെ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ ഈ വേർട്ടെക്സ് അങ്ങ് ഐസൊലേറ്റ് ആയി ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയില്ലേ? അതാണ് നേരത്തെ പറഞ്ഞത്, ഓരോ വേർട്ടെക്സുമായിട്ട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് എല്ലാം കട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ V1
V2, V3, V4, V5, E1, E2, E3, E4, E5, E6, E7. സോ ഇത് മൂന്നൊരു കട്ട് സെറ്റാണ്. ഇത് മൂന്നൊരു കട്ട് സെറ്റാണ്. ഇനി V3 ആയിട്ട് അറ്റാച്ച്ഡ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണ്? E3യും E6ഉം E2ഉം. അത് മൂന്നൊരു കട്ട് സെറ്റാണ്. ഇനി V4ഉമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്? E1ഉം E6ഉം E2ഉം. അതൊരു കട്ട് സെറ്റാണ്. ദെൻ നമ്മുടെ ഈ വെർട്ടെക്സ് V5ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരാണ്? E7. അതൊരു കട്ട് സെറ്റാണ്. ഓക്കെ, ഇത്രയും കട്ട് സെറ്റ് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ട കട്ട് സെറ്റ് ഏതൊക്കെയാണ്? ഈ നേരെ വരുന്നത്, അതായത് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ്. നമ്മുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഉള്ള ഈ നേരെ വരുന്ന എഡ്ജസ് എല്ലാം റിമൂവ് ആകുക. നേരെ വരുന്ന എഡ്ജസ് റിമൂവ് ആകുമ്പോഴത്തേക്ക് ഗ്രാഫ് എങ്ങനെയാവും? ഇങ്ങനെ. അപ്പോൾ ഡിസ്കണക്റ്റഡ് ആയില്ലേ? ഈ എഡ്ജും റിമൂവ് ചെയ്തു, ഈ എഡ്ജും റിമൂവ് ചെയ്തു, ഈ എഡ്ജും റിമൂവ് ചെയ്തു, ഈ എഡ്ജും റിമൂവ് ചെയ്തു. സോ ആ 4 എഡ്ജസ് എന്താണ്? കട്ട് സെറ്റാണ്. ദാറ്റ് മീൻസ് ആ 4 എഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ E4, E5, E6, E2. ഇനി അതുപോലെ ഈ നേരെ വരുന്ന എഡ്ജസ് റിമൂവ് ചെയ്താലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. E1, E5, E6, E3. ഓക്കെ, അപ്പോൾ ഇത്രയും കട്ട് സെറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇനി ഇവിടുത്തെ എഡ്ജ് കണക്ടിവിറ്റി എന്തായിരിക്കും? നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുമ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ട് അതിൽ കട്ട് സെറ്റ് എഴുതാൻ ചിലപ്പോൾ എനി 4 കട്ട് സെറ്റ് അല്ലെങ്കിൽ എനി 5 കട്ട് സെറ്റ് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ കട്ട് സെറ്റ് എഴുതേണ്ട ആവശ്യമില്ല. കട്ട് സെറ്റ് എഴുതി കഴിഞ്ഞിട്ട് എഡ്ജ് കണക്ടിവിറ്റിയും കൂടെ ചോദിക്കും. എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഹൂസ് റിമൂവൽ മേക്സ് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയാക്കുന്ന എല്ലാം കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ എഡ്ജസ് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. അപ്പോൾ അതിൽ ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആക്കുക. മീൻസ് നമുക്കിവിടെ E7 മാത്രം E7 ആണ് ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ കട്ട് സെറ്റ് ഇല്ലേ? അപ്പോൾ E7 എന്ന് പറഞ്ഞൊരു എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ പറഞ്ഞ ഗ്രാഫ് ജസ്റ്റ് ഒരു എഡ്ജ് E7 എന്ന് പറഞ്ഞ ഒറ്റ എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് സെറ്റ് എഴുതിയിട്ട് എഡ്ജ് കണക്ടിവിറ്റി ചോദിക്കുമ്പോൾ ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഏതിനകത്താണോ വരുന്നത് ആ വാല്യൂ ആയിരിക്കും അവിടുത്തെ എഡ്ജ് കണക്ടിവിറ്റി. ഇനി നെക്സ്റ്റ് ഗ്രാഫ്. ദിസ് ഈസ് ദ ഗ്രാഫ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ എഡ്ജ് എടുക്കാം. ഓരോ വേർട്ടെക്സ് സ്ലോട്ടിൽ എഡ്ജ്. ഇപ്പോൾ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും. സോ E1 ഈസ് എ കട്ട് സെറ്റ്. ദെൻ E2 ആയിട്ട് V2 ആയിട്ട് ഈ ഒരു എഡ്ജുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്? E2 ഉണ്ട്, ദെൻ E6 ഉണ്ട്, E5 ഉണ്ട്. E2, E6, E5 കണ്ടിത്. നെക്സ്റ്റ് ഈ വേർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള E5, E9, E4. ദെൻ ഈ വേർട്ടെക്സുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള E2, E7, E3. ഈ വേർട്ടെക്സുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള E3, E8, E4. അപ്പോൾ ഇത്രയും പേരും എന്താണ്? കട്ട് സെറ്റാണ്. ഇനി നെക്സ്റ്റ് ഈ നേരെയുള്ള 4 പേരെ എടുക്കാം. E2, ഇവരെ 4 പേരെ എടുക്കാം നമുക്ക്. E2, E6, E9, E4. E2, E6, E9, E4. ഇനി ഇവരെ 4 പേരെ എടുക്കാം. അതായത് ഈ വേർട്ടെക്സിന് ചുറ്റുമുള്ള 4 പേരെ എടുക്കാം. അപ്പോൾ എന്താ? E2, E7, E8, E4. അതൊരു കട്ട് സെറ്റാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഈ വെർട്ടെക്സ് ഉണ്ടല്ലോ, മിഡിൽ വേർട്ടെക്സ്. ഈ മിഡിൽ വേർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ മിഡിൽ വേർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് റിമൂവ് ചെയ്തപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? ഈ മിഡിലുള്ള 4 എഡ്ജസും പോയി, ആ വേർട്ടെക്സ് മാത്രം നിൽക്കും. അപ്പോഴും ഡിസ്കണക്റ്റഡ് ആയിപ്പോയി. സോ E6, E7, E8, E9. E6, E7, E9, E8.